കേന്ദ്ര നിയമത്തെ വീണ്ടും വെല്ലുവിളിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. വഖഫ് ഭേദഗതി നിയമം ബംഗാളിൽ നടപ്പിലാക്കില്ലെന്ന് മമത. ജിഹാദികളുടെ ആക്രമണങ്ങളിൽ കലാപഭൂമിയായി മുർഷിദാബാദ്. അക്രമങ്ങളെ ഗവർണർ CV ആനന്ദ് ബോസ് അപലപിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, എന്തായാലും മുഖ്യമന്ത്രി തന്നെയാണ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നിയമം, വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന്. എന്താണ് വിശദാംശങ്ങൾ? അൽനമ്പ്യാർ, ഒരു തരത്തിലും പാലിക്കാൻ സാധിക്കാത്തൊരു പ്രഖ്യാപനമാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. കാരണം രാജ്യത്തെ നിയമവ്യവസ്ഥ പരിശോധിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമനിർമ്മാണ സഭയായിട്ടുള്ള പാർലമെന്റ് പാസ്സാക്കിയും രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തിട്ടുള്ള വഖഫ് നിയമ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന പ്രതികരണവും പ്രസ്താവനയുമാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. അത് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുള്ള നിയമം നടപ്പാക്കാതെ മുൻപോട്ട് പോകാൻ സംസ്ഥാനത്തിന് സാധിക്കില്ല എന്നിരിക്കെ പോലും ഇത്തരത്തിലൊരു പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് മുസ്ലിം വോട്ട് ബാങ്ക് സംരക്ഷിച്ചു നിർത്താനാണ് എന്ന വിമർശനം ഇതിനോടകം തന്നെ BJP ഉയർത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയിട്ടുള്ളത്. ഇത് മുസ്ലിം സമുദായത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതിനും തീവ്ര ഇസ്ലാമിസ്റ്റുകളെ കൂടെ നിർത്തുന്നതിനും വരാനിരിക്കുന്ന അടുത്ത വർഷം കേരളത്തിനൊപ്പം ബംഗാളും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് കൂടെ നിർത്തുന്നതിനുള്ള ശ്രമമാണ് മമതാ ബാനർജി നടത്തുന്നത് എന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി നടത്തിയിട്ടുള്ളത്. ഒപ്പം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നിലവിൽ മാൾഡയിൽ ഉൾപ്പെടെ നടക്കുന്ന ഹിന്ദു വിഭാഗത്തിന് നേരെ നടക്കുന്ന അതിക്രൂരമായ അതിക്രമം, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദു ഭവനങ്ങൾ തേടിപ്പിടിച്ചുകൊണ്ടും ഹിന്ദു വിഭാഗത്തിനെതിരെയും അതിക്രൂരമായ അതിക്രമങ്ങൾ കഴിഞ്ഞ രാമനവമി തൊട്ട് നടത്തുന്നു. എന്നാൽ ഇതിനെതിരെ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കാനോ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരാനോ പോലീസോ മമതാ ബാനർജിയോ ശ്രമിക്കുന്നില്ല എന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും ഒപ്പം BJPയും ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. ഇക്കാര്യം കാണിച്ചുകൊണ്ട് സുവേന്ദു അധികാരി ഗവർണർ CV ആനന്ദ് ബോസിന് ഇതിനോടകം തന്നെ പരാതി നൽകിയിരുന്നു. ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണ്. നേരത്തെയും കഴിഞ്ഞ വർഷവും സമാനമായ അതിക്രമം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ബംഗാളിൽ നടത്തിയിരുന്നു. അവിടെ നോർത്ത് 24 പർഗാനസ് ജില്ലയിൽ അന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 50,000-ലധികം ആളുകളാണ് ആ സമയത്ത്, കലാപകലുഷിതമായ സമയത്ത് ആ മേഖലയിൽ നിന്ന് പലായനം ചെയ്ത് പോകേണ്ടി വന്നത്. അതിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളായിരുന്നു. അത്തരത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ബംഗാളിന്റെ വിവിധ മേഖലകളിൽ അക്രമം അഴിച്ചുവിടുമ്പോഴും മുഖ്യമന്ത്രി നോക്കുകുത്തിയായി നിൽക്കുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിവാദപരമായ പ്രകോപനപരമായ ഒരു പ്രസ്താവന. നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞിട്ടും ഒരു വാഗ്ദാനം, ഇത്തരത്തിലൊരു പ്രസ്താവന മമതാ ബാനർജി ബംഗാൾ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. വഖഫ് നിയമ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ ഇതിനു മുൻപ് സമാനമായ പ്രതികരണം കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നും നമ്മൾ കേട്ടിട്ടുള്ളത് പൗരത്വ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോഴായിരുന്നു. അന്ന് കേരളത്തിലുമൊപ്പം മമതാ ബാനർജിയും അന്ന് വലിയ പ്രതികരണങ്ങൾ നടത്തിയത് പൗരത്വ നിയമ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പാക്കില്ല, അത് നടപ്പാക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ മുസ്ലിം വിഭാഗത്തിലുള്ളവരുടെ പൗരത്വം നഷ്ടമാകും, അവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടും തുടങ്ങിയിട്ടുള്ള വലിയ വ്യാജ പ്രചാരണങ്ങളും പ്രതികരണങ്ങളും അന്നും മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു. പക്ഷേ വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് കന്യാകുമാരി മുതൽ കശ്മീരം വരെ രാജ്യത്ത് മുഴുവൻ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുകയും അതിന്റെ നടപടികൾ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ തടയാനാകില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും മുസ്ലിം വോട്ട് ബാങ്ക് കൂടെ നിർത്തുന്നതിനും വരാനിരിക്കുന്ന നിയമസഭാ അതാണ് ഒരു വിഭാഗത്തെ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുക, പരസ്യമായി പ്രീണിപ്പിക്കുക, അതിന് കേന്ദ്ര നിയമത്തെ വെല്ലുവിളിച്ച് ബംഗാൾ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നു. ഭേദഗതി നിയമം ബംഗാളിൽ നടപ്പിലാക്കില്ല എന്ന് മമത പറയുന്നു. ഇത്തരം പ്രസ്താവനകൾ, ഇത്തരം പ്രഖ്യാപനങ്ങൾ തന്നെയല്ലേ മുർഷിദാബാദ് അടക്കം കലാപഭൂമിയായി മാറാനുള്ള കാരണം? അൽനമ്പ്യാർ, തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഒപ്പം മുൻപ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കലാപവും അഴിച്ചുവിട്ടപ്പോഴും യാതൊരു തരത്തിലുമുള്ള മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാനോ കുറ്റവാളികളെ നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരാനോ മമതാ ബാനർജി സർക്കാർ ശ്രമിച്ചിരുന്നില്ല. എപ്പോഴും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമായ നിലപാടാണ് മമതാ ബാനർജി സ്വീകരിച്ചത്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ വർഷം നോർത്ത് 24 പർഗാനസിൽ 2024-ലും 2023-ലും നോർത്ത് 24 പർഗാനസിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ അതിരൂക്ഷമായ
ശക്തമായിട്ടുള്ള അതിക്രമം ഹിന്ദുക്കൾ നേരിടേണ്ടി വന്നിരുന്നു. അവിടെയും കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കാൻ മമതാ ബാനർജി തയ്യാറായിട്ടില്ല. ഇപ്പോൾ മുർഷിദാബാദിൽ മാൾട്ട ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള കലാപവും അതിക്രമവും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അഴിച്ചുവിടുമ്പോഴും മമതാ ബാനർജിയും സംസ്ഥാന സർക്കാർ പോലീസും മൗനം പാലിക്കുന്നു എന്ന രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവും ഒപ്പം BJPയും എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന പ്രഖ്യാപനവും മമതാ ബാനർജി ഈ വിഷയത്തിൽ ഗവർണറുടെ നിലപാട് എന്താണ്? ഗവർണർ മുഖ്യമന്ത്രിയെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഗവർണറുടെ പ്രസ്താവന ഈ വിഷയത്തിൽ വന്നോ? അത് അനിൽ നമ്പ്യാർ, ഈ അക്രമങ്ങളിൽ ഗവർണർ CV ആനന്ദബോസ് അപലപിച്ചിട്ടുണ്ട്. ഒപ്പം ഈ വിഷയങ്ങൾ വിശദമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഗവർണർക്ക് ഔദ്യോഗികമായി പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ പരാതിയിന്മേൽ ഇനി ഗവർണറുടെ ഓഫീസ് അല്ലെങ്കിൽ ഗവർണർ എന്ത് തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ നേരിട്ട് സംഘർഷബാധിത മേഖലകൾ സന്ദർശിക്കുന്ന സമീപനം ബംഗാൾ ഗവർണർ സ്വീകരിച്ചിരുന്നു. ഗവർണർ CV ആനന്ദബോസ് സ്വീകരിച്ചിരുന്നു. അതിനു മുൻപ് ജഗ്ദീപ് ധൻഖർ ഗവർണറായിരുന്ന സമയത്തും മമതാ ബാനർജി നടത്തുന്ന ഇത്തരത്തിൽ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ ശക്തമായ ശബ്ദം ബംഗാളിൽ ഗവർണറുമായി ഉയർത്തിയിരുന്നു. ഈ വിഷയത്തിലും സമാനമായിട്ടുള്ള നടപടികൾ, ഒപ്പം ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കാനുള്ള നിർദ്ദേശവും ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി മാൾഡയിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരെ നടന്നിട്ടുള്ള ഏകപക്ഷീയമായ അക്രമങ്ങൾ സംബന്ധിച്ചും അതിൽ പോലീസും സർക്കാരും സ്വീകരിക്കുന്ന നിലപാട് സംബന്ധിച്ചും വിശദമായിട്ടുള്ള വിവരങ്ങൾ ഗവർണറെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അനിൽ നമ്പ്യാർ. കേന്ദ്ര നിയമത്തെ വീണ്ടും വെല്ലുവിളിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വഖഫ് ഭേദഗതി നിയമം ബംഗാളിൽ നടപ്പിലാക്കില്ലെന്ന് മമത. ജിഹാദികളുടെ ആക്രമണങ്ങളിൽ കലാപഭൂമിയായി മുർഷിദാബാദ് ആക്രമണങ്ങളെ ഗവർണർ CV ആനന്ദബോസ് അപലപിച്ചു. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.